പ്രിയപ്പെട്ട രജിത്ത് നമ്മളോട് വിവരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു കൂട്ടായ്മയാണ്. ജനങ്ങൾ ഒന്നിച്ച് ഒരു ദുരിതപൂർണമായ സാഹചര്യത്തെ നേരിടാനായി രൂപം കൊണ്ടതാണ് ഈ ജനകീയ സമിതി, എടക്കൊച്ചി ജനകീയ സമിതി. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ രൂപം കൊണ്ടതാണ്. ഏതായാലും നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് എത്താൻ അല്പസമയം കൂടി എടുക്കും. അതിനുമുമ്പ് നമ്മുടെ ഈ നാൾവഴികൾ ഞങ്ങളുടെ പ്രത്യേകതയുണ്ട്. ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് കണ്ണോടിക്കുന്നത് നല്ലതായിരിക്കും. നാൾവഴികൾക്ക് മുൻപ് ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇവിടെ ഒരു ഉപരോധം നടത്തേണ്ടി വന്നു, വേലിയേറ്റവുമായി ബന്ധപ്പെട്ട്. ആ ഒരു ഉപരോധം ആണ് ഒരു കൂട്ടായ്മയിലേക്ക് നയിച്ചതും ഇടക്കൊച്ചിയിലെ ഈ പ്രശ്നം പൊതുസമൂഹത്തിന്റെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലൂടെ ഇടക്കൊച്ചിയിലെ ഈ പ്രശ്നം ശ്രദ്ധയിലേക്ക് എത്തുവാനും കാരണമായത്. ജനുവരി 13-ാം തീയതിയാണ് 2025 ജനകീയ സമിതി രൂപീകരിക്കപ്പെട്ടത്. ഇടക്കൊച്ചിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായി ഇടക്കൊച്ചി ജനകീയ സമിതി രൂപീകരിക്കപ്പെട്ടത്. ജനുവരി 15 ഞങ്ങൾ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മതസംഘടനകളുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും പിന്തുണ ആവശ്യപ്പെടുകയുണ്ടായി. സർവാത്മന എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ഓരോ കൂട്ടായ്മകൾ സംഘടിക്കുമ്പോഴും ലഭിക്കുകയുണ്ടായി. അതിനുശേഷം നടത്തിയ ആ വഴികളിൽ ജനുവരി 24-നാണ് ഞങ്ങൾ അഡാക്കുമായി ബന്ധപ്പെട്ട് ഫിഷ് ഫാമിലേക്കുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ മുൻകൈയെടുത്ത് നടത്തണമെന്ന് പറഞ്ഞ് അവരെ സമീപിക്കുകയുണ്ടായി. ജനുവരി 29-ന് കൊച്ചിയിൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ഫെബ്രുവരി 2-ാം തീയതിയാണ് ഞങ്ങൾ നിയോജകമണ്ഡലം MLA ശ്രീ കെ ബാബു അവർക്ക് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ഫെബ്രുവരി 11-ാം തീയതിയാണ് ഓരോളം മൂലം ഓരോ വീടുകൾക്കും എത്ര നഷ്ടമുണ്ടായി, ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങൾ, ഇവയെക്കുറിച്ച് അറിയാനായി ഒരു സർവേ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഫെബ്രുവരി 16-ാം തീയതി കോർണർ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഓരോ കോർണർ മീറ്റിങ്ങുകളും ഓരോരുത്തർക്കും ഈ വേലിയേറ്റ വെള്ളപ്പൊക്കവുമായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, വരാൻ പോകുന്ന മാറ്റങ്ങൾ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കോർണർ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 17-ാം തീയതി ഇവിടുത്തെ യുവജനങ്ങളെ എല്ലാം ഒത്തുചേർത്തുകൊണ്ട് ഒരു ബൈക്ക് റാലി സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ ഉദ്ദേശം നമ്മൾ നേരിടാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് അറിയിക്കുകയും അത് അറിയേണ്ടവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശമായിരുന്നു. അതുപോലെ ഫെബ്രുവരി 18-ാം തീയതി ഞങ്ങൾ എറണാകുളത്ത് വാർത്താ സമ്മേളനം നടത്തി ഇടക്കൊച്ചിയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു ഉണ്ടായത്. ഫെബ്രുവരി 18-ാം തീയതി ഒരു പ്രതിഷേധ ധർണ അക്കിനാസ് കോളേജിന്റെ അവിടെ നടത്തിയിരുന്നു. അത് ദുരന്തത്തിൽ വേദനിച്ച കണ്ണീരോടെ ഫിലോമിന ചേച്ചി നമ്മളോട് അവർ അനുഭവിച്ച വേദനകൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഫെബ്രുവരി 22-ന് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യന് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതുപോലെ മാർച്ച് 2-ാം തീയതി ഞങ്ങൾ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവിനും ഈ വേലിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടക്കൊച്ചി നേരിടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനത നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി ശ്രീ പി രാജീവിന് നിവേദനം നൽകുകയുണ്ടായി. മാർച്ച് 5-ന് ഞങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് ഒരു ധർണ നടത്തുകയുണ്ടായി, നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട്. അതുപോലെ മാർച്ച് 5-ാം തീയതി ബഹുമാനപ്പെട്ട കൊച്ചി മേയറുടെ ചേംബറിൽ വെച്ച് ഒരു മീറ്റിങ്ങിന് ജനകീയ സമിതിയെയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും വിളിച്ചുകൊണ്ടൊരു മീറ്റിംഗ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കുറെ വർക്കുകളിലേക്ക് പിന്നീട് കടക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നല്ലോ. മാർച്ച് 6-ാം തീയതി പാടശേഖര സമിതിയുമായി മീറ്റിംഗ് നടത്തുകയുണ്ടായി. കാരണം ഓരോളം കയറുന്നതിനും അതിടയാക്കുന്ന പ്രത്യാഘാതങ്ങൾക്കും അല്ലെങ്കിൽ വേലിയേറ്റത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിനും ഈ തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടെ പാടശേഖരങ്ങൾക്ക് ഉൾപ്പെടെ പ്രാധാന്യമുള്ളതുകൊണ്ട്
മാർച്ച് 6-ാം തീയതി പാടശേഖര സമിതിയുമായി ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചുകൂടുകയുണ്ടായി. മാർച്ച് 7-ാം തീയതി ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ഈ ചിത്രങ്ങൾ അത് വ്യക്തമാക്കുകയാണ്. മാർച്ച് 11-ാം തീയതി RDO സ്ഥലം സന്ദർശിച്ച വേളയിൽ ജനകീയ സമിതിയും ഞങ്ങളുടേതായ രീതിയിലുള്ള ലെറ്ററുകൾ കൈമാറുകയുണ്ടായി. നമ്മുടെ കൗൺസിലർ ശ്രീ അഭിലാഷ് തോപ്പലാണ് RDOയുടെ വരുവാനായിട്ടുള്ള മുൻകൈയെടുത്തത്. അതുപോലെ മേയറുടെ നിർദ്ദേശപ്രകാരം 5-ാം തീയതി മേയറുടെ ചേംബറിൽ കൂടിയ മീറ്റിംഗിന്റെ നിർദ്ദേശപ്രകാരം മാർച്ച് 12-ാം തീയതി സ്റ്റാൻഡിംഗ് കൗൺസിൽ കമ്മിറ്റി ചെയർമാൻ ശ്രീ VA ശ്രീജിത്ത് ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. മാർച്ച് 12-ാം തീയതി ചെട്ടിപ്പാടം പാടശേഖരം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസിനെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കത്ത് നൽകുകയുണ്ടായി. മാർച്ച് 14-ാം തീയതി ഈ പണ്ഡിറ്റ് കർപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫിഷറീസ് ഡയറക്ടറും പാടശേഖര സമിതിയും ജനകീയ സമിതിയുമായി ചേർന്ന് ഒരു ചർച്ച വയ്ക്കുകയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അന്ന് തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ഈ പാടശേഖരം സന്ദർശിക്കുകയും ആ പരിസര പ്രദേശങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടു വിലയിരുത്തുകയും ചെയ്തു. മാർച്ച് 14-ാം തീയതി പാടശേഖരം സമിതിയുമായിട്ട് ചില അവരുടെ ആ രീതികളിലുള്ള വ്യതിയാനം കാരണം ഞങ്ങൾ അവിടേക്കൊരു പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. അതുപോലെ ഇടക്കൊച്ചിയുടെ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് 17-ാം തീയതി ഒരു പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുകയുണ്ടായി. മാർച്ച് 18-ാം തീയതി ചെട്ടിപ്പാടം പാടശേഖരത്ത് കാര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഞങ്ങൾ ലെറ്റർ നൽകുകയുണ്ടായി. മാർച്ച് 24-ന് അന്യായമായ രീതിയിലാണ് അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തനം നടത്തുന്നതെന്ന് കണ്ടുകൊണ്ട് ചെട്ടിപ്പാടം പാടശേഖരത്തിന് സ്റ്റോപ്പ് മെമ്മോ ലഭിക്കുകയുണ്ടായി. കൂടാതെ മാർച്ച് 30-ന് ചെട്ടിപ്പാടം പാടശേഖരത്തിലെ അന്യായമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഞങ്ങളൊരു ഒപ്പുചേർന്ന് നടത്തുകയുണ്ടായി. ആ ഒപ്പുചേർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 3-ാം തീയതി ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ ലെറ്റർ സമർപ്പിക്കുകയുണ്ടായി. ഏപ്രിൽ 8-ാം തീയതി RDO ഓഫീസിൽ ചെട്ടിപ്പാടം പാടശേഖര സമിതിയുമായ ഒരു മീറ്റിംഗ് ഉണ്ടായി. അതിനെ തുടർന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ച വസ്തുതകൾ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ പാടശേഖരത്ത് ഏപ്രിൽ 9-ാം തീയതി സ്റ്റോപ്പ് മെമ്മോ പതിക്കുകയുണ്ടായി. സ്റ്റോപ്പ് മെമ്മോ പതിച്ചത് ഇവിടെ ഒരു നെല്ലും ഒരു മീനും എന്ന പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടത് ഇനി വരുന്ന വർഷങ്ങളിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 10-ാം തീയതി വൈറ്റില കൃഷി ഓഫീസർക്ക് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതുപോലെ ഏപ്രിൽ 11-ാം തീയതി ജില്ലാ കളക്ടർക്ക് ഓഫീസിൽ നേരിട്ടെത്തി കാക്കനാട് കളക്ടറേറ്റിൽ വെച്ച് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ മാർച്ച് 11-ാം തീയതി വീണ്ടും ഈ പാടശേഖരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് കൊണ്ടും ഓരോളം അടിയന്തരമായി പാടശേഖര റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കടന്നു വരുന്നതിനാലും മുഖ്യമന്ത്രി, RDO, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസ് മിനിസ്റ്റർ, ജില്ലാ കളക്ടർ എന്നിവർക്ക് ഓൺലൈനായ പരാതി സമർപ്പിക്കുകയുണ്ടായി. ഏപ്രിൽ 21-ാം തീയതി നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ എന്ന വിധത്തിൽ അറിവ് അതിജീവനം എന്ന ഒരു പ്രോഗ്രാം ഈ പണ്ഡിറ്റ് കർപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിനെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ വിഷയം, അതായത് പല ഫണ്ടുകളും അതിന്റെ പുരോഗതിയുടെ ഘട്ടത്തിലാണെന്നിരിക്കെ ജനങ്ങളുടെ ദുരിതം മാറാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതായത് ഒരു തടയണ നിർമ്മിച്ച് ഇവിടുത്തെ ഈ ദുരിതത്തിന് ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന നിർദ്ദേശവുമായി മെയ് 9-ാം തീയതി പ്രിയ കൗൺസിലർ ശ്രീ 15-ാം ഡിവിഷണൽ കൗൺസിലർ ജിജ ടെൻസനെ അതുമായി ബന്ധപ്പെട്ട കത്ത് നൽകുകയുണ്ടായി. അതുപോലെ ഏപ്രിൽ 14-നും ഈ ഫിഷറീസ് ഡയറക്ടർക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട കത്തുകൾ നൽകുകയുണ്ടായി. മെയ് 31-ാം തീയതി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് 9 ഏക്കർ വരുന്ന പാടശേഖരം സന്ദർശിക്കുകയുണ്ടായി. പുത്തൻതിരി ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഫ്ലൂയിസുകൾ തകർന്ന് വ്യക്തിയുടേതാണ്, അത് തകർന്നിരിക്കുന്നതും ഓരുവെള്ളം കയറി ഇപ്പോൾ കൗൺസിലർ മുൻകൈയെടുത്ത് നടത്തിയിരിക്കുന്ന അംബേദ്കർ റോഡ് പോലും വീണ്ടും തകർന്ന അവസ്ഥയിലേക്കാണ്
ആ സ്രോതസ്സുകളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള സ്രോതസ്സുകൾ പൊളിഞ്ഞുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് ഡയറക്ടർ മെയ് 31 ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. ജൂൺ 3 ഈ മാസം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പുത്തൻകരപ്പാടം സന്ദർശിച്ച വേളയിൽ ജനകീയ സമിതി ഒരു നിവേദനം കൂടി സമർപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ജനകീയ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഈ നാളുകളിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാവരുടെയും അറിവിലേക്കായി സദയം പങ്കുവയ്ക്കുക.